ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്. Welcome to Covet online classes. Today we are dealing with such questions which are asked in High Court Assistant Live Mock Test 1. ഇവിടെ 50 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിനുള്ളത്. അതിൽ ഈ വീഡിയോയിൽ we are dealing with 25 questions. In the next video we are dealing with rest of the 25 questions. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നതാണ്. ഓരോ പരീക്ഷയിലും നമുക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാം. അതായത് ഒന്നും ഡയറക്റ്റ് അല്ല, ചിലത് ഇൻഡയറക്റ്റ് ആയിരിക്കും, ചിലത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ടെൽ എവ്രി വൺ ദാറ്റ് ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. അവിടെ തന്നെ നിന്നുകൊണ്ട് ടൈം കളയുന്നതിൽ ഒരു കാര്യവും നമുക്കില്ല. യു ജസ്റ്റ് മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. മോസ്റ്റ് പ്രോബബ്ലി സം ക്വസ്റ്റ്യൻസ് മേ ബി വാട്ട് ദേ ഡോണ്ട് ഹാവ് എൻ ആൻസർ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ പേപ്പറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആ ഒരു ഐഡിയയിൽ try to cover as many questions as possible in the limited time. Okay, our note, let's start the video. I welcome you all again to this session. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. First of all, read each sentence to find out whether ഈ പറയുന്ന there is any grammatical mistake or error in it. അത് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന മിസ്റ്റേക്കോ എററോ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സോ ആ മിസ്റ്റേക്ക് വരുന്ന ഭാഗം എ ആയിരിക്കാം, ബി ആകാം, സി ആകാം, ഇനി ഈ പറയുന്ന കൂടെ സംടൈംസ് ഇറ്റ് മേ ബി ഡി ആൻഡ് സംടൈംസ് ദേ മേ ബി എൻ ഓപ്ഷൻ വേർ ദർ ഇസ് നോ എറർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോ എറർ ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ നമുക്ക് നോ എറർ ഓപ്ഷൻ ഈ പറയുന്ന ഓപ്ഷൻ ഇല്ല. സോ വി നീഡ് ടു ബി ഷുവർ ദാറ്റ് ദർ ഇസ് സം എറർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. എന്താ നമുക്ക് നോക്കാം. ആസ് ഐ പ്രിഫർ കോഫി ദാറ്റ് ടീ മൈ ഫ്രണ്ട്സ് ഓൾവേസ് ടേക്ക് ദ ട്രബിൾ ടു ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി. അപ്പം ഞാൻ കോഫി പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക? പ്രിഫർ ദാറ്റ് എന്നാണ് പറയുക. വി സേ പ്രിഫർ ടു. സോ ദ ആൻസർ ഈസ് ഇൻ ദ സെക്ഷൻ ബി, അല്ലെങ്കിൽ പാർട്ട് ബിയിലാണ് തെറ്റ്. ബിക്കോസ് ഈ ദാറ്റിന് പകരം എന്ത് വരണം? അവിടെ ടു വരണം. ടു വരാത്തിടത്തോളം കാലം ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Correct statement is, as I prefer coffee to tea, my friends always take the trouble to get me a cup of coffee. So that's it. Second question. Read each sentence to find out whether there is any grammatical mistake. Same thing. The error will be any part of the sentence. Make the number of parts. So വേറെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മുമ്പത്തെ ചോദ്യം അതേപോലെ തന്നെ like the what? The question is similar. You can see. He was so inquisitive that he rose many questions in the class. So, വളരെയധികം ഇൻക്വിസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു അവസ്ഥ, എല്ലാത്തിനോട് സംശയമുള്ള അവസ്ഥ, അല്ലെങ്കിൽ വളരെ പഠിക്കാനുള്ള ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഹി വാസ് സോ ഇൻക്വിസിറ്റീവ് ദാറ്റ്. അപ്പോൾ സോ ദാറ്റ് ഓക്കെയാണ്. സോ ദാറ്റ് ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇവിടെ റോസ് എന്ന് പറഞ്ഞാൽ റൈസ്, റോസ് ആണ്. സോ ക്വസ്റ്റ്യൻസ് എന്താ നമ്മൾ ചെയ്യുന്നത്? റൈസ് അല്ലേ ചെയ്യുന്നത്. സോ ദ ആൻസർ ഷുഡ് ബി ഹി റേസ്ഡ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. സോ ഓപ്ഷൻ ഷുഡ് ബി വാട്ട്? ദിസ് ബി പാർട്ട് ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. അഗെയിൻ ബി പാർട്ട് ഈസ് ഗെറ്റിംഗ് ദ വാട്ട് ആൻസർ. ഇവിടെ he was so inquisitive that he raised many questions in the class. Next question. Again, the directions are same. We have to make the number of the part with error as your answer. ഇവിടെ എന്താ പറയാ? He was born of poor parents but brought up in an affluent family. അതായത് poor parents ആയിരുന്നെങ്കിലും he was brought up pretty good. ഇവിടെ എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും? ഈ പറയുന്ന വാക്ക് ശരിയാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബോൺ എന്ന് പറയുന്നത് രണ്ടിനും പ്രൊനൗൺസിയേഷൻ സിമിലർ ആണ്. ബോൺ, ബോൺ. പക്ഷേ ബോൺ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കേണ്ട ബോൺ എന്ന് പറഞ്ഞാൽ BORN. He was born
ഓഫ് പുവർ പാരൻസ്. ഇവിടെ ബോൺ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ടു ബി ക്യാരിഡ് ബൈ എ സ്പെസിഫിക് തിങ്. നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ തലയിൽ ഏറുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് ഈ ബോൺ എന്ന് പറയുന്നത് BORN. BORN എന്ന് പറയുന്നത് ഈ പറയുന്ന ജനിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഈ വേർഡ് ആണ് പ്രശ്നം. So none of the prepositions or any other thing is an issue here. Just this word, because this word has a different meaning compared to this born. So ഏത് പാർട്ടിലാണ് എറർ വരിക? ഓപ്ഷൻ എ, അതായത് he was born ഇത് ഓപ്ഷൻ എ, he was born of poor parents വരുന്ന സെക്ഷനിൽ born വന്നതുകൊണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പാർട്ട് എ ആണ് ഇവിടുത്തെ തെറ്റ്. Okay, coming back to next question. Again the directions are same. We have to make sure the number of the part with error as your answer. Okay, the university was found in 1950 when India was not self-dependent in many aspects. ഇവിടെ നമുക്ക് university, the university means article ആണ്, was found. There's something different, right? Find, found, it's okay. But found എന്ന് പറയുന്നതിന്റെ past tense എന്താണ്? Founded. So it should be like F4 one second. Okay, found എന്ന് പറയുന്നത് അതായത് FOUNDED. It should be founded. The university was founded in 1950. You should have a look at the preposition founded in. So that's okay. When India was not self-dependent, was not, അല്ലെങ്കിൽ we can say when India was it's okay, was not dependent, was not self-dependent, that word is okay in many aspects. So വേറെ തെറ്റൊന്നുമില്ല, ഈ ഫൗണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഓപ്ഷൻ സിയിൽ പറയുന്ന ഭാഗത്താണ് എറർ വരുന്നത്. So the answer is option C. It should be founded. Okay, next question. Again the directions are same, that we need to make the number of that part with error as your answer. Okay, I complained against him as in spite of my repeated warnings he failed to mend his ways. ഇതെന്താ, ഞാൻ കംപ്ലൈൻറ്റ് നൽകി അയാൾക്കെതിരെ. എന്തുകൊണ്ട്? ഞാൻ ഒരു പറഞ്ഞതിന് മീൻസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് വാർണിംഗ് കൊടുത്തതിന് ശേഷവും he was not able to mend, means he was not able to change into a positive way. അതാണ് അർത്ഥം mending എന്ന് പറയുന്നത്, അല്ലെങ്കിൽ bringing something good. പക്ഷെ he failed to mend his ways. സോ അയാളെ ചെയ്തികൾ അല്ലെങ്കിൽ അയാളുടെ രീതികളിൽ അയാൾ മാറ്റം വരുത്തിയില്ല. ഓക്കെ, ഇവിടെ എന്തായിരിക്കും എറർ? ഐ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ഹിം കറക്റ്റ് ആണോ? കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. There was a complaint against him. That is okay. ഇവിടെ എന്ത് വരണം? COMPLAINED because it's a past tense. So complained against him ഇതാണ് വരേണ്ടത്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന there was a complaint against him, അങ്ങനെ ഒരു പറയാം, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ that comes a verb. So complained, that should be the answer. Again ഇവിടെ പാർട്ട് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ I think the third question അതേപോലെ പാർട്ട് എയിലാണെങ്കിൽ the answer is because this word is wrong. Complaint അല്ല, complaint. Okay, that's all. 5 questions are done. 6th one. Okay, in the following passages some of the words have been left out. Read the passage carefully and choose the correct answer to each question out of the 4 alternatives and fill in the blanks. അതായത് ഇതിനെ നമ്മൾ ക്ലോസറ്റ് ടെസ്റ്റ് എന്ന് പറയും. ക്ലോസറ്റ് ടെസ്റ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി prepositions or any phrasal verbs, എല്ലാ തരത്തിലുള്ള ഗ്രാമർ പാർട്സ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ക്ലോസ് ടെസ്റ്റിൽ. സംടൈംസ് വേർഡ് ക്യാൻ ബി omitted, ഇറ്റ് ക്യാൻ ബി ക്യാൻ ബി ഇവിടെ ഒരു ഡാഷ് തന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. സംടൈംസ് റെഗുലർ വേർഡ്സ് ആവാം, സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ പ്രപ്പോസിഷൻ, സംടൈംസ് ഇറ്റ് ക്യാൻ ബി ആഡ് വേർബ്, എനിത്തിങ്. സോ ഇവിടെ നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ട്? 1 2 3 4 5 അങ്ങനെ 10 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 10 ചോദ്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ഒരു എൻഡിൽ ഒന്ന് നിൽക്കുമ്പോൾ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം യു എയ്തർ ഹാവ് എ ഷോട്ട് അറ്റ് 10 ക്വസ്റ്റ്യൻസ്, ഒറ്റയടിക്ക് നമുക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതിപ്പം പാരഗ്രാഫ് പ്രോബ്ലംസ് ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് മാറിയിട്ട് ഇത് 10 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട് 6 മുതൽ
ഈ പറയുന്ന 16 വരെ ഉണ്ടെങ്കിൽ അത് നോക്കുക. അത് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് യു ഡു ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. യു കം ബാക്ക് ആൻഡ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാം. സം പീപ്പിൾ മേ ഫൈൻഡ് ഇറ്റ് ഈസി ടു ഡീൽ വിത്ത് ദിസ് സച്ച് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻസ്റ്റന്റ്. കാണുമ്പോൾ തന്നെ എഴുതി പോകുന്നവരായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ആദ്യം ഒന്ന് മൊത്തം വായിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് വേറെ അഭിപ്രായം ഉണ്ടാവും. ചിലർ ഫസ്റ്റ് ആൻസർ സെറ്റ് വായിക്കും, ഇപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ 1 ചെയ്യും, ദെൻ ഓപ്ഷൻ 2 ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈവൻ ദോ ഇറ്റ് മേ നോട്ട് മേക്ക് എനി സെൻസ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓൾമോസ്റ്റ് എവറി ഫുൾ മൂൺ നൈറ്റ് the officials in Andaman and Nicobar Islands take part in cautious ritual. The tribesmen watch from a safe distance as the officials dash the island in a boat. Dash gives further. The islanders come hesitantly only after the officials dumped the coconuts brought. Dash onto the beach and begin dash with this. ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനകത്ത് അന്നത്തെ ഈ പറയുന്ന അവിടുത്തെ നേറ്റീവ്സും ട്രൈബ്സും ഈ പറയുന്ന ഐലൻഡേഴ്സും തമ്മിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമുക്ക് എന്താ ചെയ്യാം, നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ജസ്റ്റ് ഒരു ഐഡിയ ഒന്ന് റഫായിട്ടൊന്ന് വായിച്ചാൽ മതി. യു മേ നോട്ട് നീഡ് ടു കംപ്ലീറ്റ് ദ പാരഗ്രാഫ്, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, ഫസ്റ്റ് ചൂസ് ഓപ്ഷൻ 4 അപ്പോൾ നമുക്ക് വായിച്ചു. ഓൾമോസ്റ്റ് എവറി ഫുൾ മൂൺ നൈറ്റ് ദ ഒഫീഷ്യൽസ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ടേക്ക് പാർട്ട് ഇൻ എ കോഷ്യസ് റിച്വൽ. The tribesmen watch from a safe distance as the officials dash the island. അപ്പോൾ ആ ഡാഷ് ഐലൻഡ് ആസ് ദ ഒഫീഷ്യൽസ് എന്താണ് ചെയ്യുന്നത്? ഒഫീഷ്യൽസ് എന്താണ്, വരുന്നതാണോ പോകുന്നതാണോ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, ഏതാണ് അവിടെ വരിക? ദ ഒഫീഷ്യൽസ് എന്താണ്? ഇൻ എ ബോട്ട്, വരുന്നു. സോ ദ ആൻസർ ഷുഡ് ബി ദിസ് തിങ്. ദ ഒഫീഷ്യൽസ് ആർ അപ്രോച്ചിങ്. ഇവിടെ ഒഫീഷ്യൽസ് അപ്രോച്ച് എന്നർത്ഥം മതി. അപ്രോച്ച് ഐലൻഡ് ഇൻ എ ബോട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഡാഷ് ഗിവ്സ് ഫോർ ദം. ഇവിടെ ഒന്നുകൂടി ഉണ്ട്. ഏഴാമത്തെ ചോദ്യത്തിന് ദിസ് പാരഗ്രാഫ് ഈസ് അഗെയിൻ കമ്മിങ്, സോ ഡോണ്ട് വെറി. ഇവിടെ നമുക്ക് ഒന്നുകൂടെ വായിച്ചാൽ സെയിം തന്നെയാണ്. സോ ഒഫീഷ്യൽസ് എന്താണ്? ഡാഷ് ഗിവ്സ് ഫോർ ദം. രണ്ടാമത്തെ ചോദ്യം ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തതാണ് ഇവിടെ ചോദ്യം. ആ രീതിയിൽ രണ്ടാമത്താണ് ഈ ഡാഷ് ഗിവ്സ് ഫോർ ദം. എന്താണ്? ക്യാരിങ് ആണോ? ഗിഫ്റ്റ്സ് കൊണ്ടുവരാന്നല്ലേ? ഗിഫ്റ്റ്സ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സ് വരുമോ? ഇല്ല. ലീവിങ് ആണോ? വരില്ല. അപ്പോൾ പിന്നെ ക്യാരിങ് ഗിഫ്റ്റ്സ് ഫോർ ദം. സോ ദാറ്റ് ഷുഡ് ബി ആൻസർ. ദെൻ എയ്ത്ത് ചോദ്യത്തിന് ഓപ്ഷൻ നമ്പർ 3 വരുന്നത്. ദ ഐലൻഡേഴ്സ് കം ഡാഷ് ഹെസിറ്റന്റ്ലി ഓൺലി ആഫ്റ്റർ ദ ഒഫീഷ്യൽസ്. അപ്പോൾ അത്രയും മതി. ദ ഐലൻഡേഴ്സ് കം ഡാഷ് ഹെസിറ്റന്റ്ലി. ഹെസിറ്റന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കമ്മിങ് ഫോർവേഡ് എന്നല്ല പറയാം, മുന്നോട്ട് വരിക എന്നല്ല. സോ ഇവിടെ ഉത്തരം കമ്മിങ് ഫോർവേഡ്. എന്താണ്? ഹെസിറ്റന്റ്ലി. പക്ഷെ ഹെസിറ്റന്റ്ലി എന്ന് പറഞ്ഞാൽ അവരത്ര വരില്ല എന്നൊരു ഐഡിയയിലാണ്. സോ ദേ കെയിം ഫോർവേഡ് ഹെസിറ്റന്റ്ലി ഓൺലി ആഫ്റ്റർ ദ ഒഫീഷ്യൽസ് ഡാഷ് ഡം ദ കോക്കനട്സ്. അപ്പോൾ ഒഫീഷ്യൽസ് ഡംഡ്, അതൊരു കറക്റ്റ് ആണല്ലോ. ഒഫീഷ്യൽസ് ഡം. അപ്പോൾ അതിനു മുമ്പ് എന്താ വരിക? നമുക്ക് ആ 4th വൺ വരുന്ന നോക്കാം. ഒഫീഷ്യൽസ് ഹാവ് ആണോ, ഹാസ് ആണോ, ഹാഡ് ആണോ, ബി ആണോ? ഒഫീഷ്യൽസ് ഹാവ് ഡം ദ കോക്കനട്സ്. ബിക്കോസ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ plural. Officials have dumped the coconuts. Again, brought dash onto the beach. Brought എന്താണ്? Brought dash onto the beach. അപ്പോൾ കോക്കനട്സിനെയാണോ കൊണ്ടുവന്നേ? brought അല്ല. അപ്പോൾ നോക്കാം, brought by them. നമുക്ക് dump the coconuts, brought by them onto the beach, brought to them, brought for, brought in, brought in. that in അല്ല. The islanders come forward hesitantly only after the officials what have dumped the coconuts brought by them. അപ്പോൾ ഈ them ഉദ്ദേശിക്കുന്ന what? Is it the islanders? ഈ പറയുന്ന islanders ആണോ അതോ ഈ പറയുന്ന ട്രൈബ്സ്മെൻ ആണോ? അല്ല, സോറി, ട്രൈബ്സ്മെൻ ഐലൻഡേഴ്സ് ഒന്നും തന്നെയാണ്, ഒഫീഷ്യൽസ് ആണ്. അതായത് ഒഫീഷ്യൽസ് കോക്കനട്ട്സ് കൊണ്ടുവന്നു അവർക്ക് വേണ്ടി എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ അവർ കൊണ്ടുവന്ന് ബ്രോഡ് ബൈ ദം എന്നല്ല, ബ്രോഡ് ഫോർ ദം ഓൺ ടു ദ ബീച്ച്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ആപ്റ്റ് വരുന്നത് 4 ആണ്. സോ ഇവിടെ ആൻസർ ഷുഡ് ബി നോട്ട് ഇറ്റ്, നോട്ട് ബൈ, ഇറ്റ് ഷുഡ് ബി 4. സോ ബ്രോഡ് ഫോർ ദം ഓൺ ടു ദ ബീച്ച്, അതായത് ഡം ദ കോക്കനട്ട്സ്, ബ്രോഡ് ഫോർ ദം ഓൺ ടു ദ ബീച്ച് ആൻഡ് ബിഗിൻ ഡാഷ് അവേ ഫ്രം ദ സ്മോൾ ഐലൻഡ്. ആൻഡ് ബിഗിൻ എന്താണ്? ബിഗിൻ, ബിഗിന് ശേഷം എന്ത് വരും? ഡാഷ് അവേ ഫ്രം ദ സ്മോൾ ഐലൻഡ്. എന്താണ്? അവര് വാച്ചിങ് ആണോ? ദേ ബിഗിൻ വാച്ചിങ് ഫ്രം ദ സ്മോൾ ഐലൻഡ്. സീയിങ് ആണോ, സെയിലിംഗ് ആണോ, സ്റ്റോപ്പിംഗ് ആണോ? അപ്പോൾ സീയിങ് ഫ്രം, ഈ പറയുന്ന സീയിങ് അവേ, ബിഗിൻ ഡാഷ് അവേ.
begin watching away പറയോ ഇല്ല, begin seeing away ഇല്ല, begin sailing away. So these answers are wrong. It should be because അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ കോക്കനട്ട്സ് കൊടുത്തിട്ട് അവർ പോയി എന്ന അർത്ഥത്തിലാണ്. അവർ കോക്കനട്ട്സ് ഇട്ട് കൊടുത്ത് അതിനുശേഷം അവർ സെയിൽ ചെയ്യുന്നവരെ അവർ വാച്ച് ചെയ്തു. ഇനി വേറെ പറയുന്നത് ഓൺ സം നൈറ്റ്സ് ദ ട്രൈബൽ. അടുത്ത ചോദ്യം, ഇത് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓരോന്നിനും നിങ്ങൾക്ക് ആ പാരഗ്രാഫ് തന്നെ കിട്ടും. ഇപ്പോൾ ഓപ്ഷൻ നമ്പർ 7 on some nights the tribal even dash up enough courage to swim up to a few feet. എന്താ ഉദ്ദേശിക്കുന്നത്? on some nights the tribal even dash up courage. tribal even muster up courage. അതെന്താ ഉദ്ദേശിക്കുന്നത്? muster up എന്ന് പറഞ്ഞാൽ ഇവിടെ muster up ആണ്. കാര്യം ലീവ് അപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. muster up എന്നാണ് പറയുന്നത്, ലീവ് അപ്പ് എന്നത് തെറ്റാണ്. ഈ ലീവ് അപ്പ് എന്ന് പറയുന്നത് അത് തെറ്റായ യൂസേജ് ആണ്. കം അപ്പ് ഇല്ല, പ്രസന്റ് അപ്പ് ഇല്ല. മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഗ്യാദർ ചെയ്യുന്ന അർത്ഥത്തിലാണ്. സോ ഇറ്റ് ഷുഡ് ബി മസ്റ്റർ അപ്പ്. 7th question. Enough courage to swim up to a few feet dash from the boat. അപ്പോൾ few feet dash from the boat അതാണ് അടുത്ത ചോദ്യം. few feet നിയർ അവേ ആണോ, കറക്റ്റ്ലി ആണോ, ഈ പറയുന്നത് നിയർ ആണോ, ഡിസ്റ്റന്റ്ലി ആണോ, എവേ ആണോ? എവേ വരില്ലല്ലേ, ബിക്കോസ് few feet away from the boat ഇറ്റ്സ് ഓക്കെ, കറക്റ്റ്ലി. അപ്പോൾ ഇതിനകത്ത് എന്താ നമുക്ക് നോക്കാം ഓപ്ഷൻ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ യു ജസ്റ്റ് റീഡ് ദ സെന്റൻസ് അഗൈൻ. On some nights the tribal even muster up enough courage to swim up to a few feet dash from the boat. Swim up to a few feet dash from the boat. Few feet correctly from the boat. അത് തെറ്റ്. You can see by saying that. Distantly away from the boat okay. Near from the boat ഇല്ല. Distantly ആണോ away ആണോ? ഈ പറയുന്ന 8ാമത്തെ ഓപ്ഷൻ ആണ്. few feet away from the boat. It should be right. Distantly from the boat എന്നല്ല, away from the boat. So it should be wrong. So correct answer is away from the boat. The officials maintain that they do dash want to interfere with the way of life of the tribe. They do dash want to interfere. എന്താ ഉദ്ദേശിക്കുന്നത്? they do want, or they neither want, not want, not. ഇത് എളുപ്പമല്ലേ? They do not want to interfere with it. അത് അവർക്ക് താല്പര്യമില്ല ഇന്റർഫിയർ ചെയ്യാനായിട്ട് എന്നർത്ഥത്തിൽ. Finally, the 10th question. The island dash heavily on the mainland for most goods. ഇതറിയാലോ, we are depending on something എന്ന് പറയുന്നത് ഇവിടെ എന്താ, relay. The island relay heavily on the mainland for most goods. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം, ഈ പറയുന്ന ചോദ്യം നമുക്കൊന്നുകൂടെ നോക്കാം പാരഗ്രാഫ് ആയിട്ട്. Almost every full moon night, the officials in Andaman and Nicobar Islands take part in a cautious ritual. The tribals watch from a safe distance as the officials depart. അവർ ഡിപ്പാർട്ട് ചെയ്യുന്നു, ഐലൻഡ്സിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നു. ഇൻ എ ബോട്ട് ഡാഷ് എന്താണ്, ഇൻ എ ബോട്ട് ക്യാരിയിങ് ഗിഫ്റ്റ്സ് ഫോർ ദം. അപ്പം എന്താ പറയുന്നത്, ഐലൻഡേഴ്സ് ഐലൻഡിലുള്ള ആളുകൾ ഈ പറയുന്ന ഐലൻഡിലേക്ക് പോകുന്നു, ഒഫീഷ്യൽസ്. ഓക്കെ, ട്രൈബ്സ്മാനുള്ള ഗിഫ്റ്റുമായിട്ട്. ഓക്കെ, the islanders come dash hesitantly only after the officials dash them. The come എന്താണ്, മൂന്നാമത്തെ ചോദ്യത്തിന് come forward. Okay, only after the officials dash them the coconuts. Only after the officials have dumped. Officials ആയതുകൊണ്ട് plural have dumped. Okay, then the next one, 5th question. The dumped the coconuts brought for them. അവർക്ക് വേണ്ടി കൊണ്ടുവന്നു. So അതാണ് 4. And begin dash away from this small island. They began what? Sailing away. അവരുടെ വന്ന ബോട്ടിലായിരിക്കും വന്നത്. Those sail away from the island. Next one, they need to, on some nights the tribal even muster up enough courage to swim up to a few feet. കുറച്ച് കറേജ് എടുത്ത് muster few feet എന്താണ്, away from the boat. Few feet away from the boat. Next one, option number 9. The officials maintain that they do not want to interfere. So not ആണ്. ഈ പറയുന്ന ഓപ്ഷൻ നമ്പർ 10, relay heavily on the mainland. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഈ പാരഗ്രാഫിൻ്റെ ഒരു വായിക്കുമ്പോൾ തന്നെയാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിലത് വരും, ചിലത് കോംപ്ലിക്കേറ്റഡ് വരും. സോ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് യു ജസ്റ്റ് റീഡ് ദ സെൻറ്റൻസ്, സംടൈംസ് യു മേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതായത് ഈ പറയുന്ന ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ പറയുന്ന ദം എന്ന് പറയുന്നത് ഫോർ ദം ആണ്, പക്ഷേ ഇവിടെ കണ്ടോ ബ്രോഡ് ദം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആ ദം ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ട്രൈബലിന് കൊണ്ടുവന്നതാണ്, ഗിഫ്റ്റ്സ് കൊണ്ടുവന്നതാണ്. സോ കോക്കനട്ട് ആയിരുന്നു ഇവിടുത്തെ കൊണ്ടുവന്നത്. സോ ആ ഒരു ഐഡിയയിൽ ആണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഈ പറയുന്ന പ്രോനൗൺസ് ആയാലും ഫസ്റ്റ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ടെൻസ് ആണ്. ഇതെല്ലാം തന്നെ ഒരു
പാസ്റ്റ് ടെൻസിലായിരിക്കും അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കും നമ്മളത് എഴുതുക. ബിക്കോസ് പാസ്റ്റ് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. പ്രസന്റ് ടെൻസിലല്ല ഇവിടെ വരുന്നത്. എല്ലാം നമുക്ക് നോക്കി അറിയാം. ഈ പറയുന്ന വാച്ച് ഫ്രം എ സെയിൽ ഡിസ്റ്റൻസ്, ഓക്കെ, കം ഹെസിഡൻറ്റ്ലി, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ എന്താ, ഓക്കെ, ട്രൈബ്സ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പ്രസന്റ് ടെൻസിലായിരിക്കും, പക്ഷെ നടന്നു കാര്യങ്ങൾ. ഇതൊരു ആർട്ടിക്കിൾ പോലെയാണ്. സോ കഥ എഴുതുന്ന ടൈപ്പ് സിമിലർ ആണ്. സോ ആ ഒരു ഐഡിയ, ടെൻസ് ശ്രദ്ധിക്കുക. ടെൻസ് ഒരു പാരഗ്രാഫിലുള്ള ടെൻസ് അത് മാറില്ല, പിന്നെ അത് കംപ്ലീറ്റ് ആയിരിക്കും. സോ ആ ഒരു ഐഡിയ പോട്ടെ. The tribesmen watch from a safe distance as officials dumped again. ഉണ്ടോ, ഒഫീഷ്യൽസ് ഡംപ് ചെയ്ത് ട്രൈബ്സ്മെൻ വാച്ച് ചെയ്യുന്നു. അപ്പോൾ വാച്ച് ചെയ്യുന്നത് അത് പ്രസന്റിൽ പറയാണ്, ബിക്കോസ് ഇതേ റെഗുലർലി വാച്ച്, ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു ഐഡിയയിൽ അത് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷേ ഒഫീഷ്യൽസ് ഒരിക്കൽ ഡംപ് ചെയ്തു. സോ അത് നടന്ന കാര്യമാണ്. സോ അങ്ങനെ ടെൻസസ് ഒന്ന് ശ്രദ്ധിക്കുക. Different types of tenses you can see in the paragraph, but however most sentences have a common tense. ഇതാണ് എൻ്റെ രീതി. എനിവേ അതെല്ലാം കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബിലോ ആർ ദ ഗിവൺ സെന്റൻസ് ഇൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. Out of the 4 alternatives suggested, select one which best expresses the same sentence in passive active voice. Question ആണ്, വൈക്കം മുഹമ്മദ് ബഷീർ has written. So ഈ ടെൻസ് നോക്കിക്കോളാം, has written many stories that fascinate everyone. അപ്പോൾ ഈ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ ഒരുപാട് സ്റ്റോറീസ് എഴുതി, ഫാസിനേറ്റ് everyone അത് എഴുതി. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ വരെ ആണെങ്കിൽ ഓക്കെ, മെനി സ്റ്റോറീസ് നമുക്ക് എഴുതാം. ദാറ്റ് ഫാസിനേറ്റ് everyone, ദിസ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് കൺഫ്യൂസിങ് ആൻഡ് മിസ്ലീഡിങ്. അത് ശരിയായ ഉത്തരം നമുക്ക് എടുത്തിട്ടില്ല. ആക്റ്റീവ് പാസീവ് വോയിസിന് ഏറ്റവും അനുയോജ്യമായ രീതി ടെൻസ് മാറാത്ത സ്റ്റേറ്റ്മെന്റ് ആദ്യം തിരഞ്ഞെടുക്കാം. നമുക്ക് നോക്കാം, ഇവിടെ ഈസ് ഫാസിനേറ്റഡ്, ഫാസിനേറ്റ് ഇവിടെ വരുന്നത്. നമുക്ക് ഹാസ് റിട്ടൺ മാറിയെന്ന് നോക്കാം. ഇവിടെ റിട്ടൺ വന്നു, പറ്റില്ല. റിട്ടൺ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നോക്കാം. ഹാവ് ബീൻ റിട്ടൺ, ഓക്കെ. സ്റ്റോറീസ് റിട്ടൺ, തെറ്റ്. എവരിവൺ ഫാസിനേറ്റഡ് പോട്ടെ, വിച്ച് ആർ റിട്ടൺ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാം. ഈസ് ഫാസിനേറ്റഡ് ഇവിടെ ഒരു വെർബ് ഉണ്ട്, പിന്നെ ഇവിടെ എവരിവൺ ഫാസിനേറ്റഡ് ഉണ്ട്, പിന്നെ ഫാസിനേറ്റ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ഹാസ് റിട്ടൺ ആണ്. സോ ഹി ഹാസ് റിട്ടൺ എന്ന് പറയുന്ന വെർബിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ that answer is wrong, because in tenses, sorry, in active passive there is no change in tense. So ഇവിടെ has written എന്ന് പറയുന്നത് have been written എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ റിട്ടൺ എന്നേ ഉള്ളൂ, ഇവിടെ റിട്ടൺ എന്നേ ഉള്ളൂ, ഇവിടെയും are written ആണ്. സോ സിമ്പിൾ. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വരണം. അപ്പോൾ ഇതാണ് കറക്റ്റ് ഉത്തരം. നമുക്കൊന്ന് നോക്കാം, വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. മെനി സ്റ്റോറീസ് ഹാവ് ബീൻ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ വിച്ച് ഫാസിനേറ്റ് എവ്രി വൺ. കറക്റ്റ് ആണ്, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം യു കനോട്ട് എക്സ്പെക്ട് ദ റൈറ്റ് ആൻസർ, ബട്ട് എനിവേ യു പിക്ക് ദ ബെറ്റർ വൺ. സോ മെനി സ്റ്റോറീസ് ഹാവ് ബീൻ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ വിച്ച് ഫാസിനേറ്റ് എവ്രി വൺ. പക്ഷേ ഇവിടെ വിച്ച് എന്ന് പറയുന്നത് വി ഷുഡ് ഹാവ് എ കോമ ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് സ്റ്റോറീസ് അല്ല, വിച്ച് എന്ന് പറയുമ്പോൾ സംടൈംസ് ഇറ്റ് ജസ്റ്റ് വാട്ട് റിലേറ്റ്സ് ടു വൈക്കം മുഹമ്മദ് ബഷീർ. സോ അവിടെ ഒരു പ്രശ്നമുണ്ട്. വിച്ചിന് പകരം ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് ഹൂ എന്നാണ് എഴുതേണ്ടത്, പക്ഷെ ഇവിടെ സെന്റൻസിൽ എഴുതുക. അപ്പോൾ ഇത് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ മെനി സ്റ്റോറീസ് ദാറ്റ് ഫാസിനേറ്റ് എവ്രി വൺ ഹാവ് ബീൻ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. മെനി സ്റ്റോറീസ് that fascinate everyone have been എന്ന് എഴുതുന്ന ചോദ്യമാണ് കുറച്ചുകൂടി കറക്റ്റ്. പക്ഷെ ഇവിടെ നമുക്കില്ല ചൂസ് ചെയ്യാൻ. അപ്പോൾ യു ചൂസ് ദ ബെറ്റർ ഓപ്ഷൻ. ദാറ്റ്സ് വൈ മെനി സ്റ്റോറീസ് ഹാവ് ബീൻ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ വിച്ച് ഫാസിനേറ്റ് എവരിവൺ എന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിച്ച് എന്ന് പറയുമ്പോൾ ബഷീറിനെയാണ് പറയുന്നത്. ബഷീറിനാണെങ്കിൽ ഹൂ പറയണ്ടേ. This should be dealing with the stories, but this is a wrong usage anyway. But better answer is this one, because solely based on tenses മാറിയിട്ടില്ല. ടെൻസസ് മാറാത്തത് കൊണ്ട് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം തന്നെ ടെൻസസ് മാറിയിട്ടുണ്ട്. So you cannot say like that. Next question, 17th one. നമുക്ക് പാരഗ്രാഫിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. ആദ്യം പാരഗ്രാഫ് വായിക്കണം, of course. Now India's children have a right to receive at least 8 years of education. Just mark here. Important ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. 8 years of education.
The naming question is whether it will remain on paper or become a reality. One hardly needs reminder that this is right is different from the others enshrined in the Constitution, that the beneficiary, a 6-year-old child, cannot demand it, nor she can fight a legal battle when the right is denied or violated. അതായത് ചിൽഡ്രൻ്റെ റൈറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് 8 years എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്, പക്ഷേ ചിൽഡ്രൻ ഇസ് ടു യങ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുഞ്ഞിന് പ്രായം കുറവായതുകൊണ്ട് ആണോ പെണ്ണോ, she or he cannot fight a legal battle when the education right is denied to him or her. ആ സമയത്ത് കുഞ്ഞു കുട്ടിയല്ല, അപ്പോൾ പറ്റത്തില്ല. In this case, it is the adult society which must act on behalf of the child. അതാണ് ഉദ്ദേശിക്കുന്നത്. In another peculiarity, where a child's right to education is denied, no compensation offered later can be adequate. അതായത് you need to give the children education at the right time. അത് കഴിഞ്ഞ് പിന്നെ later if you give, it may not be beneficial. Same time, no compensation will however help in such a situation. This is because childhood does not last. പെട്ടെന്ന് തന്നെ children become adults. If a legal battle fought on behalf of a child is eventually won, it may be of little use to the boy or girl because the opportunity missed at school during childhood cannot serve the same purpose later in life. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ലീഗൽ ബാറ്റിൽ തീരുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യും, സ്കൂളിൽ കിട്ടത്തില്ല. This may be painfully true for girls because our society permits them only a short childhood if at all. Because എന്തൊക്കെ പറഞ്ഞാലും 18 years of ലീഗൽ മാരേജ് ഏജ് ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ കുടുംബത്തിലോട്ട് പോകാനും ഈ പറയുന്ന മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകാനൊക്കെ നിർബന്ധിതമാണ്, എസ്പെഷ്യലി ഗേൾ ചിൽഡ്രൻ. സോ all they have is a childhood, and if that childhood doesn't get proper education, they may not get enough education later. പിന്നെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ right to education has become a law at point in India's history when the ghastly practice of female infanticide has resurfaced in the form of feticide. ഓക്കെ, കുഞ്ഞുങ്ങൾ ജനിക്കാണ്ടിരിക്കുക, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ തന്നെ നശിപ്പിക്കുക, ഫീറ്റിസൈഡ് അതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞാണെന്ന് അറിയുമ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഏത് സമയത്ത് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ്ലി പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയുള്ള വളരെ മോശമായുള്ള കാര്യം. This is symptomatic of a deeper turmoil in society. Turmoil എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടർബുലൻസ്, വല്ലാത്തൊരു ഇളക്കി മറിയൽ, വെള്ളം തിളക്കി ആലോചിച്ചത് ടെർമോയിൽ. അതുപോലെ അല്ലെങ്കിലും അതേപോലെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിസ്റ്റർബൻസസ് which is compounded the traditional obstacles to education of girls. സോ പറഞ്ഞു തുടങ്ങിയ എവിടെയാണ്, ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനാണ്. ഫൈനലി അവരുടെ ലീഗൽ റൈറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അഡൽട്സ് ആണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഗേൾസിൻ്റെ പ്രശ്നം പറഞ്ഞു, ദേ ഓൺലി ഹാവ് എ സ്മോൾ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു. ഫൈനലി tenacious prejudice against the intellectual potential of girls runs across a cultural diversity, and the system of education has not been able to address it. സോ എഡ്യൂക്കേഷൻ പോലും ഈ പറയുന്ന ഈ ഒരു അവസ്ഥ അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദ ഓതർ ഹി ട്രൈ ടു വാട്ട് include the harsh reality that the adults can only fight for children because the children are too young to fight for it. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞ് ഗേൾസും ബോയ്സും തമ്മിലുള്ള ഡിസ്പാരിറ്റി. ബോയ്സിന് ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടാലും അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ് ദേ ക്യാൻ റിക്കവർ. എഡ്യൂക്കേഷൻ ലേറ്റ് ആയിട്ട് കിട്ടിയാലും കുഴപ്പമില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബെനിഫിഷ്യൽ എനിവേ, ബട്ട് ദർ ഇസ് എ ചാൻസ് ഫോർ ബോയ്സ്. ബട്ട് ഗേൾസിനാണെങ്കിൽ പ്രശ്നമാണ്. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡും ഫീറ്റിസൈഡൊക്കെ നടക്കുന്ന കാലഘട്ടമായതുകൊണ്ടും വളരെയധികം പ്രശ്നങ്ങൾ, ഡീപ്പർ ടെർമോയിൽസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗേൾസിൻ്റെ ഇടയിൽ പിന്നീട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലീഗൽ ബാറ്റിൽ ഗേൾസിന് ഒട്ടും തന്നെ ഭൂഷണമല്ല. പിന്നെ അദ്ദേഹം ഈ പറയുന്ന ഗേൾസിൻ്റെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ താഴ്ത്തിക്കെട്ടാനൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷന് ആ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു നിർത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ജസ്റ്റ് വായിച്ചാൽ മതി. ഐഡിയ കിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് റെഡിയാക്കാം. വായിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു വാക്കാണ് നേവി, ഇതൊന്ന് മാർക്ക് ചെയ്തിടുക. പിന്നെ ഗ്യാസ്ലി പ്രൊഡ്യൂസ് എന്ന് മാർക്ക് ചെയ്തിടുക. ടെർമോയിൽ എന്ന് പറഞ്ഞൊരു വാക്ക് മാർക്ക് ചെയ്തിടുക. ജസ്റ്റ് മാർക്ക് ഈ വേർഡ്സ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ദാറ്റ്സ് ഓൾ. പിന്നെ when reference to the passage comes to the following statements. When children are denied education, adult society does not act on behalf of them. അതാണ് രണ്ടാമത്തെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് ലോ cannot be enforced in the country. അപ്പോൾ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് ലോ cannot be enforced എന്ന് പറയുന്നില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ ചെയ്തു എന്നാണ് പറയുന്നത്. So this statement cannot be right. When the children denied education, adult society does not act on behalf of them.
അത് ശരിയാണ്. അഡൽട്ട് സൊസൈറ്റി ദേ നീഡ് ടു ആക്ട് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദേ ആർ നോട്ട് ആക്ടിങ്. സോ ദിസ് ആൻസർ ഇസ് കറക്റ്റ്. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം പാരഗ്രാഫ് തന്നെയാണ്. According to passage, what could be the traditional obstacles to the education of girls? ഏതാണ് ട്രഡീഷണൽ ഒബ്സ്റ്റക്കിൾസ്? എന്താണ്? Inability of the parents to fight a legal battle when the right to education is denied to their children. ശരിയാണോ? ഓക്കെ. The traditional way of thinking about girls' role in society. അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ്, ഓഫ് കോഴ്സ് പറഞ്ഞു, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഗേൾസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് ആണ്. ദ പ്രിജുഡൈസ്, മുൻധാരണ അഗെയിൻസ്റ്റ് ഇന്റലക്ച്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾസ്, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിസ്റ്റം എഡ്യൂക്കേഷൻ ഇംപ്രോപ്പർ ആണ്, ശരിയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ശരി. ദ ഇന്നബിലിറ്റി ഓഫ് ദ പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല. പാരന്റ്സ് ആർ നോട്ട് ടേക്കിംഗ് ദ ബാറ്റിൽ ഫോർ ദ ചിൽഡ്രൻ. പക്ഷേ ഇറ്റ് ഡസൻ മീൻ ദേ ആർ നോട്ട് ഇന്നബിൾ. അപ്പം ഓദർ ഡസൻ സേ ദ പാരന്റ്സ് ആർ ഇന്നബിൾ, ബട്ട് ഹി സേ അഡൽട്ട് ഷുഡ് ഫൈറ്റ് ഫോർ ചിൽഡ്രൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. സോ ഇത് റോങ് ആണ്. സോ ഓപ്ഷൻ 2, 3, 4 ഇസ് കറക്റ്റ്. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? 2, 3, 4 ഉണ്ട്. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് വൺ. On the basis of the passage, consider the following statement. Right to education is a legal right and not a fundamental right. അത് കറക്റ്റ് ആണ് തന്നിട്ടുള്ളത്. On the basis of the passage, right to education legal right. നമുക്ക് നോക്കാം അത് എഴുതിയിട്ടുണ്ടോ. നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടണമെന്നില്ല. The right to education has become a law at point in India's history. The ghastly practice, what? Just legal law. Others അവിടെ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തെങ്കിലും ഉണ്ടോ? Just act on another peculiarity, whereas non compensation പറയുന്നില്ല. Yes, there is a hint. I'll say it. She or he can fight a legal battle. So it means what? ഇതൊരു ലീഗൽ റൈറ്റ് ആണ്. അതുകൊണ്ടല്ലേ ലീഗൽ ബാറ്റിൽ ഫോം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അത് നമുക്ക് പിന്നെ അറിയാം ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന്. പക്ഷേ പിന്നെ അത് ഫണ്ടമെന്റൽ ഇതിനകത്ത് പെടുത്തിയതാണ്. എനിവേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈ കോണ്ടെക്സ്റ്റിൽ ലീഗൽ റൈറ്റ് ആണ്, ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അത് രണ്ടും ശരിയാണ് സ്റ്റേറ്റ്മെന്റ്. ഫോർ റിയലൈസിംഗ് ദ ഗോൾ ഓഫ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, ഈ പറയുന്ന ദിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ദ കൺട്രി മസ്റ്റ് ബി മെയ്ഡ് ഐഡന്റിക്കൽ ടു ദ അതർ ഡെവലപ്ഡ് കൺട്രീസ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ ദീസ് തിങ്സ് ആർ നോട്ട് കമ്മിങ് ഇൻ ദ പാരഗ്രാഫ്. ഈ പാസേജിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് അങ്ങനെ ഒരു കാര്യം കമ്പാരിസൺ പറയുന്നത് മേ ബി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് തന്ന പാരഗ്രാഫിനകത്ത് ഇല്ല. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് എ ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് ശരിയാണ്, നോട്ട് എ ഫണ്ടമെന്റൽ. സോ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ 1 അതാണ് ഇവിടുത്തെ ശരി ഉത്തരം. Again, which one of the following statements conveys the key message of the passage? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നല്ലൊരു മെസ്സേജ് എന്ന് പറയും? ഇന്ത്യ ഹാസ് ഡിക്ലെയർഡ് ദാറ്റ് education is compulsory for its children. Okay, adult society is not keen on implementing the right to education. The right to education, particularly of a girl child, needs to be safeguarded. And the system of education should address the right to system of education. Address the issue of right to education. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ഹാസ് ഡിക്ലയർഡ്, ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ഒന്നും പറയുന്നില്ല. സോ ദിസ് ഈസ് റോങ്. അഡൽട്ട് സൊസൈറ്റി ഈസ് നോട്ട് കീൻ ഓൺ ഇംപ്ലിമെന്റിംഗ് റൈറ്റ്. ഓക്കെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാർട്ടിക്കുലർ ഗേൾസ് ചൈൽഡ്, ഓക്കെ. ഗേൾസ് ചൈൽഡിനെ പറയുന്നുണ്ട്. സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് അഡ്രസ് ഇഷ്യൂ ഓഫ് റൈറ്റ് ടു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷനും പറയുന്നുണ്ട്, പക്ഷേ ഇത് തമ്മിലുള്ള ബന്ധം പറയുന്നില്ല. സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് അഡ്രസ് ദ വാട്ട്? ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി, ഗേൾ ചൈൽഡ്സിന്റെ പൊട്ടൻഷ്യൽ എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ഇതെവിടെ, ഇന്റലക്ച്വൽ എബിലിറ്റി ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ പറഞ്ഞ സിസ്റ്റം എഡ്യൂക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് റൈറ്റ് എഡ്യൂക്കേഷനായിട്ട് ബന്ധമില്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അത് റോങ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അഡൽട്ട് സൊസൈറ്റി ഈസ് നോട്ട് കീൻ ഓൺ ഇംപ്ലിമെന്റിംഗ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാർട്ടിക്കുലർ ഗേൾസ് ചൈൽഡ് നീഡ്സ് ടു ബി സേഫ്ഗാർഡഡ്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം ഇവിടെ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാർട്ടിക്കുലർ ഗേൾസ് ചൈൽഡ്. വൈ? ഇതാണ് ശരി ഉത്തരം കമ്പയർഡ് ടു ബി. ബിക്കോസ് അഡൽട്ട് സൊസൈറ്റി ഈസ് നോട്ട് കീൻ ഓൺ ഇംപ്ലിമെന്റിംഗ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നില്ല. അഡൽട്ട് സൊസൈറ്റി ഈസ് നോട്ട് കീൻ ഓൺ ഇംപ്ലിമെന്റിംഗ് അല്ല, ഓൺ ഫൈറ്റിംഗ്. എഡ്യൂക്കേഷൻ റൈറ്റിന് ചിൽഡ്രന് കിട്ടാത്തപ്പോൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ അഡൽട്ട് സൊസൈറ്റി ഈസ് നോട്ട് കീൻ, ഇൻട്രസ്റ്റ് ഇല്ല എന്നർത്ഥത്തിൽ. സോ ദിസ് ഈ ഗേൾ ചൈൽഡിൻ്റെ കാര്യം പറയുന്നത് കറക്റ്റ് ആണ്. റൈറ്റ് എഡ്യൂക്കേഷൻ ഗേൾ ചൈൽഡിന് സേഫ് ഗാർഡ് ചെയ്യണം പ്രത്യേകിച്ച്. സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്. നെക്സ്റ്റ് വൺ. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻഫറൻസ്. ഈ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് എന്താ?
കീ മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യം നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. ഇൻഫറൻസ് ആണ് നമ്മൾ എന്ത് ഡെഡ്യൂസ് ചെയ്യുന്നതാണ്. സോ മെസ്സേജ് പാരഗ്രാഫിനകത്ത് നിന്നുള്ള കാര്യം തന്നെ വേണമെന്നില്ല. സോ ഇൻഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. The society has tremendous tenacious prejudice. മുൻധാരണ against intellectual protection of girls. Okay, society അത് correct ആണ്. Adults cannot be relied upon to fight on behalf of children. അത് wrong ആണ്. They are not doing it എന്നാണ്. They cannot be relied upon. The legal fight to get education for children is often protective, prohibited. അതൊക്കെ തെറ്റാണ്. Prohibited ഒന്നുമില്ല. There is a sufficient substitute for education received in childhood. അതും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ടെനാഷ്യസ് പ്രൊഡ്യൂസർ വളരെയധികം വളരെ ആഴത്തിലുള്ള മുൻധാരണകളുണ്ട്. ഇത് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ പറഞ്ഞ ഇന്റലിജൻസ് എന്ന ഗേൾസിന്റെ മണ്ടികളാണെന്നുള്ള അർത്ഥത്തിൽ, ബുദ്ധിയില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഈ പറഞ്ഞ മുൻധാരണ ഉള്ളത് കൊണ്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. സോ അതിന് സൊസൈറ്റിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, നല്ലൊരു പാരഗ്രാഫ് ആയിരുന്നു. ഞാൻ എടുത്ത ഇത്രയും ടൈമൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ വായിക്കുക. കീ വേർഡ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അണ്ടർലൈൻ ചെയ്യുക. ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതാണ് അതിൻ്റെ രീതി. ഓക്കെ, എ സെന്റൻസ് ഹാസ് ബീൻ ഗിവൺ ഇൻ ദ ആക്റ്റീവ് പാസീവ് കഴിഞ്ഞ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോമിലേക്ക് പോയി. ഇവിടെ നമ്മൾ ടെൻസ് മാറും. അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, ടെൻസ് മാറും. Of the four alternatives suggested, select which one expresses the same distance in direct or indirect form. Mr. Ravi told Mr. Roy that he had to go to the town that day. ഇത് എന്താണ്? ഇൻഡയറക്റ്റ് ആണ് അല്ലേ? ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. കോട്ട്സ് ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ എന്ത് ഇതാണ്? ഹാഡ് ടു ഗോ. ഹി ഹാഡ് എന്ന് പറയുന്നത് ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് അല്ലാണ്ട് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, ഹാവ് എന്ന് പറയുന്നത്. സോ മിസ്റ്റർ രവി സെഡ് Mr. Roy, I have to go to the town that day. Mr. Ravi said, Mr. Roy, I have to go. അപ്പോൾ had, have I. ശരി, ഓക്കെ. മിസ്റ്റർ രവി told Mr. Roy, I have to. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. മിസ്റ്റർ രവി തന്നെയാണ് ഐ. അപ്പോൾ ഇവിടെ ഉണ്ട് have to go to the town that day. അപ്പോൾ ഈ that day ആണ് പ്രശ്നം. ഇവിടെയും that, today, ഇവിടെ today, ഇവിടെ today. അപ്പോൾ ഈ that day അല്ല, today ആണ് that day ആവുന്നത്. സോ ഓപ്ഷൻ 1 is wrong. ഓപ്ഷൻ 2, I have to go to the town. ഓക്കെ, കറക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. I will have ഇല്ല, I will have ഇല്ല, ഇവിടെ had എന്നേ ഉള്ളൂ, will have ഇല്ല. ടുഡേ ഉണ്ടെങ്കിലും will have, ടെൻസ് പ്രശ്നമാണ്. have to go to the town. മിസ്റ്റർ റോയ്, ഇവിടെ മിസ്റ്റർ റോയ് വരുന്നില്ല, മിസ്റ്റർ റോയ് ഇവിടെ ഇല്ല. സോ ഇത് തെറ്റ്. സോ ഓപ്ഷൻ ഈ പറയുന്ന സെക്കൻഡ് വൺ ആണ് കറക്റ്റ്. സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ടുഡേ ദാറ്റ് ഡേ ആവും, ഹാവ് ടു ഗോ, ഹാഡ് ടു ഗോ, മിസ്റ്റർ റോയ് കാര്യങ്ങളൊക്കെ. അടുത്ത, എ സെന്റൻസ് ഹാസ് ബീൻ ഗിവൺ ഇൻ ദ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം. അഗെയിൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം. ഇവിടെ ഡയറക്റ്റ് ഫോം ആണ്. സോ യു നീഡ് ടു ചൂസ് കറക്റ്റ് ഇൻറ്റു ഇൻഡയറക്റ്റ് ഫോം. ഇത് ഡയറക്റ്റ് ഫോം ആണ് ബിക്കോസ് കോഡ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. He said that they will be using my car for the trip. അപ്പോൾ will be using എന്തായിരിക്കും? would be using എന്നാണ്. സോ would be using for the trip. ഇവിടെ will be ആണ് തെറ്റ്. will be വന്നു. ഇവിടെ would be ഉണ്ട്. He said that they would be using my car. അപ്പോൾ ഇവിടെ would be കറക്റ്റ് ആണ്, ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയും പ്രശ്നം എന്താ? they will be using my car. അയാൾ പറഞ്ഞു എൻ്റെ കാർ. സോ he said that they would be using his car. അതല്ലേ കറക്റ്റ്? സോ they would be using his car for the trip. my car എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുടെ അല്ല. he said, അയാൾ പറഞ്ഞു. അയാൾ പറയുമ്പം ഈ മൈ എന്ന് പറഞ്ഞാൽ അയാളാണ്. സോ നമ്മൾ വേറൊരാളത്ത് പറയുമ്പം he said his വരണം. സോ ഓപ്ഷൻ എ is the correct answer. 24th question. Select the most appropriate synonym of the given word from the four alternatives. Vagary എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ് ചോദിക്കുന്നത്. Vagary means what? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഒരു ഇൻഎക്സ്പ്ലിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പറയുന്ന വാഗറി എന്ന് പറയുന്നത്. സോ അതിന്റെ സിനോണിം എന്തായിരിക്കും? ലാപ്സ് ഓഫ് മെമ്മറി അല്ല, കമ്പാനിയൻഷിപ്പ് അല്ല, ഗ്യാങ് അല്ല, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്നത്, സഡൻ എന്ന അർത്ഥത്തിലാണ്. സോ സഡൻ ആയിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് ഇമ്പൾസിൽ. സോ അൺഎക്സ്പെക്റ്റഡും സഡനും ഓക്കെയാണ്. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. വിൽ വൈൻഡ് അപ്പ് വിത്ത് 25 questions ആണ് പറഞ്ഞത്. We'll wind up with 24. Rest of the questions we'll deal in the second video. Okay, thank you.